ആരോ കൊടുത്ത ഒരു RTIയുടെ റിപ്പോർട്ടാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എയിംസിലാണ് ഇത് നടക്കുന്നത്. റെസിഡൻസ് ആർ വർക്കിംഗ് 540 hours എ മന്ത്. 540 hours എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 22 days ആണ്. തിരിച്ചാലോചിച്ച് നോക്കൂ. ഒരു മന്തിൽ ആകെപ്പാടെ 720 hours ആണുള്ളത്. അതിൽ 540 hours ദീസ് റെസിഡൻസ് ആർ സ്പെൻഡിങ് ഇൻ ദിയർ ഹോസ്പിറ്റൽസ്. ബാക്കിയുള്ള വളരെ കുറച്ച് സമയം കൊണ്ട് വേണം അവരുടെ ഉറക്കം, അവരുടെ റെസ്റ്റ്, അവരുടെ ഫുഡ്, ഡെയിലി റുട്ടീൻസ് എല്ലാം ചെയ്യാൻ. വേറെ ഏത് ഫീൽഡിലും ഇത്രയും വർക്ക് അവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യും, നമ്മളിത് എങ്ങനെയാണ്, ഇത് ശരിയാണോ, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും, നമ്മൾ ഇഷ്യൂസ് ഉണ്ടാക്കും. പക്ഷേ ഇൻ മെഡിസിൻ ദിസ് ഇസ് നോർമലൈസ്ഡ്. ഇത് യൂഷ്വലായിട്ടും എല്ലാവരും ചെയ്യുന്നതല്ലേ, അല്ലെ ഞങ്ങളിതൊക്കെ ഇത് ചെയ്തിട്ട് വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്താലെന്നാണ് കൺസൾട്ടൻസിൻ്റെ ഒരു ഇത്. റെസിഡൻസും ഓക്കെ, റെസിഡൻസി അല്ലേ, വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ദേ ഓൾസോ കണ്ടിന്യൂ ടു ഡു ഇറ്റ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം ഡെയിലി 20 hours അല്ലെങ്കിൽ 30 hours ഒക്കെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കുമ്പോൾ, ഇത് പീഡിയാട്രിക്സ് ആണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവരെന്ത് അവയ്ക്കായിരിക്കും, അവർക്ക് എത്രത്തോളം മെൻ്റലി ഒരു ക്ലാരിറ്റി കാണും വർക്ക് ചെയ്യാൻ. ഈസ് ദിസ് ഹൗ വി വാണ്ട് അവർ ഡോക്ടേഴ്സ് ടു വർക്ക്? ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഉള്ളതാണ്. ഇതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ വന്നില്ല. ബിക്കോസ് ആ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇപ്പം ഒരാൾ പഠിച്ചിറങ്ങി, ഇയാൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് അയാൾക്ക് താഴെ ജൂനിയേഴ്സ് വരുമ്പോൾ അവരുടെ ചിന്താഗതി എന്താണ്? ഞങ്ങൾ ഇത്രയും ചെയ്തല്ലോ, പിന്നെ നിനക്ക് എന്താണ് ചെയ്താലെന്നാണ്. ആ ഒരു ചെയിൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ദിസ് നീഡ്സ് പബ്ലിക് സപ്പോർട്ട് ഓൾസോ, അല്ലേ? 540 hours എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി സ്മോൾ തിങ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 720 hours ആണ് ഒരു മന്തിലുള്ളത്. അതിന് മോർ ദാൻ 2/3 ഒരാൾ കീപ്പിംഗ് ഓൺ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബ്രൂട്ടൽ. ഒരാൾ എങ്ങനെയാണ് അയാളുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് പോയിട്ട് ഒരു വർക്ക് മാത്രമാണ് അവരുടെ ലൈഫിലുള്ളത്? ദിസ് നീഡ്സ് കറക്ഷൻ. ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് സംവെയർ. ഇത് ഭയങ്കര കഷ്ടപ്പാടല്ലേ? ഇത് എയിംസിൽ മാത്രമല്ല, നമ്മുടെ മിക്ക ഗവൺമെൻറ് കോളേജസിലും റെസിഡൻസ് ആർ ട്രീറ്റഡ് ലൈക്ക് ദിസ് ഓൺലി. അവർ റെസിഡൻസിനെ വെച്ചാണ് മിക്ക ഹോസ്പിറ്റൽസിലും ഓടിക്കുന്നത് തന്നെ, റെസിഡൻസും ഹൗസ് സർജൻസും. പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് ഇൻഹ്യൂമെയിൻ, അല്ലേ? ഇത്രയും ഒക്കെ ഒരാൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ദേ ഫങ്ഷൻ? അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ.